സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്, നമ്മുടെ എല്ലാവരുടെയും മുത്തായ വേടന് മികച്ച ഗാനരചയിതാവിനുള്ളൊരു അവാർഡ് കിട്ടി. അവാർഡ് കിട്ടിയതിന് പിന്നാലെ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് ഉണ്ടായത് അല്ലേ? വേടനെ അറസ്റ്റ് ചെയ്തതിൻ്റെ അന്ന് എന്തൊക്കെയാണോ ഉണ്ടായത് അതേ രീതിയിലുള്ള സംഭവ വികാസങ്ങളാണ് ഈ ഒരു അവാർഡിന് പിന്നാലെ ഉണ്ടായത്. ഇതെല്ലാം സ്ഥിരം കഥകളും അല്ലെങ്കിൽ സ്ഥിരം സ്റ്റോറീസും ആയതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല. എന്നാലും ഈ വേടനെതിരെ പരാമർശമായിട്ട് വന്നിട്ടുള്ള ആളുകളുടെ ചിന്താഗതിയും അവരുടെ കുറേയൊക്കെ ഡയലോഗുകളുമൊക്കെ ഓർക്കുമ്പോൾ അത് എന്തൊരു കോമഡിയാണെന്നറിയാമോ? അവർ പറയുന്നത് കേവലം ഒരു കഞ്ചാവ് ഒളിക്ക് ഒരു പെണ്ണുപിടിയനുമൊക്കെയാണോ കേരള സംസ്ഥാന സർക്കാർ ഈ ഒരു അവാർഡ് നിശ്ചയിക്കുന്ന അല്ല അവാർഡ് കൊടുക്കുന്നതെന്നാണ്. അങ്ങനെയെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും ചോദിച്ചു, പെണ്ണുപിടിയന്മാരല്ലാത്ത എത്ര താരരാജാക്കന്മാരുണ്ട്, അല്ലെ എത്ര താരങ്ങളുണ്ട് നമ്മുടെ മലയാള സിനിമയിൽ? ഇനി അതല്ല, പെണ്ണുപിടിയന്മാരല്ലാത്ത അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കാത്ത എത്ര ഗാനരചയിതാക്കന്മാരും അല്ലെങ്കിൽ എത്ര കഥ എഴുതുന്ന ആളുകളുമുണ്ട്? ആരെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണെങ്കിൽ ഒരിക്കലും ഇല്ല. എല്ലാ ആളുകളും ലഹരി ഉപയോഗിക്കുകയും പെണ്ണുപിടിക്കുകയും ചെയ്യുന്നവന്മാരാണ്. അത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ള ആളുകളുണ്ട്, മോഹൻലാലിനെ പോലെയുള്ള പറയാതെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഈ വേടന് മാത്രം അവാർഡ് കിട്ടിയതിൽ എന്തിനാണ് ഇത്രയും വ്യഗ്രത അല്ലെങ്കിൽ ഇത്രയും ഒരു ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. വേടൻ അവാർഡ് കിട്ടിയതിൻ്റെ പിന്നാലെ മാധ്യമങ്ങൾ, നമുക്കറിയാം സജി ചെറിയാൻ മന്ത്രി ആണ് ഈ പറയുന്ന വേടൻ അവാർഡ് പ്രഖ്യാപിച്ചത്. അതിനുശേഷം ആ മന്ത്രി ആ ഒരു അവാർഡിൻ്റെ ഒരു വേദിയിൽ വെച്ച് തന്നെ പറയുന്നുണ്ട്, വേടന് പോലും ഞങ്ങൾ തുടർച്ചയായിട്ട് 5 അവാർഡുകൾ പ്രഖ്യാപിച്ചു, ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു അവാർഡാണ് ഞങ്ങൾ പ്രഖ്യാപിച്ചത്, നാളിതുവരെയും ആരും ബുദ്ധിമുട്ട് പറയാത്ത തരത്തിൽ അവാർഡ് പ്രഖ്യാപനം നടത്താൻ സാധിച്ചു എന്ന് പറയുന്നത് ഇടതുപക്ഷ സർക്കാരിൻ്റെ വലിയ വിജയമാണ്. ആ ഒരു വിജയത്തിൽ ഞാനും പങ്കാളിയാവുന്നു, വേടന് പോലും ഞങ്ങൾ അവാർഡ് നൽകി എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. അപ്പോൾ ഈ വിഷയങ്ങൾ പിന്നീട് ചർച്ചയാക്കപ്പെട്ടത് ഏത് രീതിയിലാണെന്നറിയാമോ? വേടന് പോലും അവാർഡ് നൽകി എന്ന് സജി ചെറിയാൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് സജി ചെറിയാൻ്റെ ഉള്ളിൽ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകൾക്കെതിരെ സംസാരിക്കണം എന്നുള്ളൊരു ത്വരയുണ്ട് എന്നുള്ള രീതിയിലേക്ക് വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടു. എങ്ങനെയാണ് വാർത്തകൾ വളച്ചൊടിക്കപ്പെട്ടത്? പല മുഖ്യധാരാ മാധ്യമങ്ങളും ഈ വാർത്തകൾ എടുത്തിട്ട് സജി ചെറിയാൻ ഇങ്ങനെയാണ് പറഞ്ഞത്, അതിന് പിന്നാലെ വേടൻ ഒരു അഭിമുഖത്തിൽ പറയുന്നുണ്ട്, വേടനെ കൊണ്ട് കുത്തി ചോദിച്ചപ്പോൾ വേടൻ പറയുന്നൊരു കാര്യം, അതിനെയും പൂർണ്ണമായിട്ടും വളച്ചൊടിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പിന്നീട് രംഗത്തേക്ക് വന്നത്. ഈ മാധ്യമങ്ങളുടെ മാമാപ്പണി അത് ഏത് രീതിയിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് ഇതിനകത്ത് കാണാം. അപ്പം ഞാൻ ഇതിന് പിന്നാലെ ഞാനിങ്ങനെ വാർത്തയിൽ കയറി നോക്കിയപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടാണ്, ഞാൻ 2 ചാനലേ പറയുന്നുള്ളൂ, ഒന്ന് നമ്മുടെ റിപ്പോർട്ട് ചാനലും ഒന്ന് മനോരമ ന്യൂസും. മഞ്ഞരമ പറഞ്ഞിരിക്കുന്നത്, എനിക്ക് അവാർഡ് കിട്ടിയതിൽ രാഷ്ട്രീയമുണ്ട്, ഞാൻ ഒരു പാർട്ടിയുടെയും ആളല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരൊരു സബ് ടൈറ്റിലും കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരു ക്യാപ്ഷനും കൊടുത്തുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിയുടെ താഴെയോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഐഡിയോളജിയിൽ, അതായത് ഇപ്പോൾ കേരളത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ ഏതെങ്കിലും ഐഡിയോളജിയിൽ പ്രവർത്തിക്കുന്ന ഒരാളെ അല്ല. അത് എല്ലാ രാഷ്ട്രീയക്കാർക്കും അറിയാം. അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്ക് അവാർഡ് കിട്ടിയതിൽ ഒരു രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. എൻ്റെ കലയ്ക്ക് കിട്ടിയതായിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് കിട്ടുന്ന എല്ലാ വേദികളിലും പറയുകയും ചെയ്യുന്ന ഒരാളാണ്. എന്നെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ആളായിട്ട് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നമുള്ളതായിട്ടാണ്. ഞാൻ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് സംസാരിക്കുന്ന ഒരാളെ അല്ല. ഞാനൊരു ഇൻഡിപെൻഡന്റ് കലാകാരനാണ്. എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്. അത് ഞാൻ തുടർന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ സംസാരിക്കുന്ന രാഷ്ട്രീയം ഇപ്പോൾ കേരളത്തിലൊരു രാഷ്ട്രീയ പാർട്ടികളും സംസാരിക്കുന്നില്ല. അതുകൊണ്ട് ഇതൊരു രാഷ്ട്രീയ കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കലയ്ക്ക് കിട്ടിയ ബഹുമതിയായിട്ടാണ് ഞാൻ കരുതുന്നത്. കണ്ടില്ലേ, അതിൽ വേടൻ പറയുന്നത്, എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയുമില്ല, എൻ്റെ രാഷ്ട്രീയം എൻ്റെ പാർട്ടി എന്നൊക്കെ പറയുന്നത് സാധാരണ ജനങ്ങളാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ് എൻ്റെ രാഷ്ട്രീയം, അത് ഞാൻ തുടരുകയും ചെയ്യും. എന്നാൽ ഈ പല ആളുകളുടെയും രാഷ്ട്രീയം, അവർ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയം ഒന്നും എനിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് വേടൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു രീതിയിലുള്ള കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് മഞ്ഞരമ ഈ രീതിയിൽ ക്യാപ്ഷൻ കൊടുത്തിരിക്കുന്നത്? അതായത് എനിക്ക് അവാർഡ് കിട്ടിയതിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വേടൻ പറയുന്നതിലെങ്ങും ഞാൻ കണ്ടിട്ടില്ല. പിന്നീട് റിപ്പോർട്ടർ ചാനലിൽ അതേ വാർത്ത വന്നിരിക്കുന്നത്, എനിക്ക് അവാർഡ് കിട്ടിയതിൽ രാഷ്ട്രീയമുണ്ടെന്ന് കരുതുന്നില്ല, എൻ്റെ കലയ്ക്ക് കിട്ടിയ ബഹുമതിയായാണ് കാണുന്നത്, ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളല്ല, എനിക്ക് എൻ്റെതായ രാഷ്ട്രീയമുണ്ട്, അത് തുടരും, അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും പാടിക്കൊണ്ടേയിരിക്കും. മന്ത്രി സജി ചെറിയാൻ്റെ പരാമർശത്തിൽ പ്രതികരിക്കാനില്ലെന്ന് റാപ്പർ വേടൻ. ഈ അവാർഡ് കിട്ടിയതിന് ശേഷം പല മുഖ്യധാരാ മാധ്യമങ്ങളും പോസ്റ്റ് ചെയ്തത്, അതിൽ 24 ന്യൂസ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്, വേടന് പോലും അവാർഡ് നൽകി, മന്ത്രിയുടെ പ്രതികരണം അപമാനിക്കുന്നതിന് തുല്യം, പാട്ടിലൂടെ പ്രതികരിക്കും എന്ന് പറഞ്ഞിട്ട് വേടൻ്റെ ഒരു കാര്യത്തെപ്പറ്റി പറയുന്നുണ്ട്. റിപ്പോർട്ടർ ചാനൽ, കേസുകൾ ജോലിയെ ബാധിച്ചു, വ്യക്തി ജീവിതത്തിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണമെന്ന് തോന്നിയിട്ടുണ്ട്, പ്രായത്തിൻ്റെതായ പക്വതക്കുറവുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ പറയുന്നൊരു കാര്യം. പിന്നീട് ജോയ് മാത്യു എന്ന് പറയുന്നൊരു കിഴങ്ങൻ, സാമൂഹ്യ വിരുദ്ധതയ്ക്കുള്ള സ്പെഷ്യൽ അവാർഡ് പ്രഖ്യാപിക്കുക, വേടന് പുരസ്കാരം നൽകിയതിൽ വിമർശനവുമായി ജോയ് മാത്യു. ആകെ 2-3 സിനിമയിൽ മാത്രമേ ഈ കിഴങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളൂ. അവനാണ് വന്നിട്ട് ഡയലോഗ് അടിക്കാൻ വരുന്നത്,
അതായത് ഇങ്ങനെയുള്ളവർക്ക് ഈ സമൂഹത്തിൽ ഒരു പ്രതിബദ്ധതയും ഇല്ലാത്തവർക്കൊക്കെ അവാർഡ് കൊടുക്കുന്നവരെ സമ്മതിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. പിന്നെ വേടൻ്റെ പുരസ്കാരം അന്യായമാണ്, ജൂറി കേരളത്തിനോട് മാപ്പ് പറയണം. അയ്യോ ദീദി ദാമോദർ, ഇത് ആര് അമ്മച്ചി? ഫെമിനിച്ചിയാന്ന് തോന്നുന്നു കേട്ടോ. ഈ ഫെമിനാസികളുടെ ഈ തോന്നിവാസം ഒന്നും ഇവിടെ നടക്കത്തില്ല അമ്മച്ചി, അതൊന്നും നിങ്ങൾ മനസ്സിലായില്ലല്ലേ? അങ്ങനെയുള്ള ഫെമിനാസികളെ അംഗീകരിക്കുന്ന ഒരു സർക്കാരല്ല ഇവിടെ ഇരിക്കുന്നത്. സ്ത്രീകളെയും സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകളെയൊക്കെ അംഗീകരിക്കും, പക്ഷേ ഫെമിനാസിത്തരം കൊണ്ട് വന്നിട്ട് ആണുങ്ങളുടെ മെക്കെട്ട് കയറുക, ആണുങ്ങളുടെ തോളയിൽ കയറി ഇരുന്നുകൊണ്ട് ചെവി കടിച്ച് തിന്നുക എന്ന് പറയുന്ന ചെറ്റത്തരം ഉണ്ടല്ലോ, അത് അംഗീകരിക്കുന്ന ഒരു സർക്കാരല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും പറയാം. റിപ്പോർട്ട് ചാനലിൽ എന്താണ് സജി ചെറിയാൻ്റെ ഒരു പരാമർശത്തിൽ വേടൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. എന്തുകൊണ്ടാണ് ഒരു മന്ത്രിയിൽ നിന്ന് പോലും ഇത്തരം പ്രതികരണങ്ങളൊക്കെ? പുള്ളിക്കാരനോട് തന്നെ ചോദിക്കണം. ഞാൻ അതിൽ എന്തെങ്കിലും കമന്റ് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത വള്ളി കയറി പിടിക്കുന്നില്ല. വേടനെ പോലും ഞങ്ങൾ സ്വീകരിച്ചു. മോഹൻലാലിന്റെ ലാൽസന എനിക്ക് എന്റേതായ രാഷ്ട്രീയമുണ്ട്, അത് ഞാൻ തുറന്ന് സംസാരിച്ചുകൊണ്ടേയിരിക്കും, തീർച്ചയായിട്ടും പ്രതികരിക്കുന്നു. അതൊന്നും ബേജാറില്ലാത്ത കാര്യം, അതെന്റെ കയ്യിൽ വിട്ടാണ് ഞാൻ നോക്കിയതെല്ലാം പുലിവാലിടാ, കണ്ട മൃഗത്തിന്റെ തോലിടാ, അഴുക്കിൽ പിറന്നവരാണടാ, അഴിമുഖങ്ങൾ നീന്തുന്ന ആളിടാ. അതൊക്കെ ഒരു സൈഡിൽ നിന്ന് നോക്കി ആസ്വദിക്കുകയാണ് ഇത് ചെയ്യുന്നത്. കാരണം ഒരു സമയത്ത് ലൈക്ക് എൻ്റെ ഒരു പാട്ട് പഠിക്കാനുണ്ടായിരുന്നു, പിന്നെ അത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറേ പ്രശ്നമുണ്ടായി. അപ്പോഴും ഞാൻ ഞാൻ എഴുതുന്നതും പാടുന്നതും വളരെ പബ്ലിക്കായിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമുകളിൽ അതെപ്പോഴും അവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾക്കത് അപ്പോൾ അതിനൊരു അവാർഡ് കിട്ടുകയോ ഇല്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് അത് കേൾക്കാൻ പറ്റുന്ന ഒരിടത്താണ് കേൾക്കുന്നത്. ഞാൻ പാടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ അവാർഡ് കിട്ടിയത് എനിക്കൊരു ബൂസ്റ്റാണ്. ആക്ച്വലി നമുക്ക് എഴുതാനൊരു ഊർജം തരുന്നൊരു കാര്യമാണ്. സന്തോഷമുണ്ട് അതിൽ. നമ്മളെ കുറിച്ച് മിണ്ടെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ അവര്. ലൈക്ക് അതിനൊരു പോസിറ്റീവായിട്ട് കാണുക എന്നുള്ള രീതിയിൽ മാത്രം ഞാൻ കണ്ടില്ലേ. ഇതാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. പിന്നെ മാധ്യമങ്ങളെല്ലാം എടുത്തിട്ട് ചർച്ചയാക്കിയൊരു വിഷയം, അതായത് വേടൻ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞൊരു പരാമർശത്തിൽ അതെനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി, ഞാൻ അതിനെതിരെ പാട്ട് പാടും, അല്ലെങ്കിൽ ഞാൻ അതിനെതിരെ ഒരു പാട്ട് എഴുതുമെന്ന് പറഞ്ഞുകൊണ്ടാണ് പിന്നീട് മാധ്യമങ്ങളെല്ലാം പോസ്റ്റ് ചെയ്തത്. മീഡിയ വൺ എന്ന് പറയുന്നൊരു ചാനലിലാണ് ഈ കാര്യത്തിന് ആസ്പദമായിട്ടുള്ളൊരു കാര്യം വേടൻ സംസാരിക്കുന്നത്. അത് പലതവണയായിട്ട് വേടനെ ഇട്ട് ഇങ്ങനെ കുത്തി ചോദിച്ചതിൻ്റെ ഫലമായിട്ട് വേടൻ പറഞ്ഞൊരു കാര്യമാണ്. അതൊരിക്കലും വേടൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്ന അങ്ങനെ മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു എന്ന് ഒരിടത്തും പറയുന്നില്ല. ഇപ്പം മാധ്യമങ്ങളിൽ വരുന്ന എല്ലാ പോസ്റ്റുകളിലും പല ആളുകളുടെയും കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേടൻ നിലപാടില്ലാത്തവനാണ്, പരിപാടി നിർത്തി പോടാ വേട്ടാവളിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സംഘിമിത്രങ്ങൾ മെഴുകുന്നത്. സംഘികൾ നോക്കിയിരിക്കുകയായിരുന്നു ഇങ്ങനെ ഒരു കമൻറ്റ് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ വന്നപ്പോൾ എന്താ ഉണ്ടായേ, പെട്ടെന്ന് കയറി വേടനെതിരെ അങ്ങ് അതിക്രമം അല്ലെങ്കിൽ ഒരു ആരോപണങ്ങൾ അങ്ങ് അഴിച്ചുവിടുക, നിലപാടില്ലാത്ത വ്യക്തിയാണെന്നുള്ള രീതിയിലേക്കൊക്കെ ഓരോന്ന് പറഞ്ഞു പിടിക്കുക, അല്ലെങ്കിൽ പറഞ്ഞ് വരുത്തുക എന്നുള്ള രീതിയിലേക്ക് അങ്ങ് കളി തുടങ്ങി. ആ കളി തുടങ്ങിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ വേടനെതിരെ വലിയ രീതിയിലുള്ള അക്രമങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ആരംഭിച്ചു. വേടൻ അതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ലൈവ് വന്നിട്ട് കാര്യം പറയുകയുണ്ടായി. സജി ചെറിയാൻ പറഞ്ഞത് അദ്ദേഹത്തിന് ചെറിയൊരു വാക്കുപിഴ മാത്രം സംഭവിച്ചതാണ്, അതിനെ ഞാൻ ആ രീതിയിൽ കാണുന്നില്ല, എനിക്കൊരു അവാർഡ് കിട്ടിയത് ഒരു വലിയ കാര്യം തന്നെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേടൻ സംസാരിക്കുന്നത്. അപ്പോൾ മീഡിയ വണ്ണിൻ്റെ ആ ഒരു വാർത്തയിൽ എന്താണ് വേടൻ പറയുന്നതെന്ന് കേട്ടു നോക്കാം. യിൽ നിന്ന് ഒരു അതും സംസ്ഥാന അവാർഡ് കിട്ടുക എന്ന് പറയുമ്പോൾ അതിമധുരമാണ്. പിന്നെ നമ്മളൊരു ന്യൂ കമ്മറും കൂടിയാണല്ലോ, എഴുത്തിന്റെ ജാമ്പവന്മാരൊക്കെയുള്ള സ്ഥലമല്ലേ മലയാളം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒരു പുതിയ ഒരു എഴുത്തുകാരന് ഇങ്ങനെ ഒരു സംസ്ഥാന അവാർഡ് കിട്ടുന്നത് ഊർജ്ജം തരുന്ന ഒരു പരിപാടിയാണ്. അത് ഈ ആർട്ട് ഫോമിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ സജി അത് പറയേണ്ടിയിരുന്നു എന്നുള്ള ഒരു ചോദ്യം കൂടി വരുന്നുണ്ട്. കാരണം വേടനെ പോലും എന്ന് പറയുമ്പോൾ ഒഴിവാക്കാമായിരുന്നില്ലെന്ന് തോന്നുന്നില്ലേ? വാക്ക് പഴച്ചാവുന്നേ. അതിനിപ്പോ പുള്ളിക്കാരനെ കുറെ പേര് എന്തൊക്കെയോ പറയുന്നുണ്ട്. ലൈക്ക് എനിക്കതില് പ്രത്യേകിച്ച് വിഷമമൊന്നുമില്ല. പുള്ളിക്കാരൻ ചിലപ്പോൾ വാക്ക് പഴച്ചതായിരിക്കാം, അറിയില്ല. ഇത്രയേറെ ആക്രമണങ്ങളൊക്കെ നേരിടേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നുള്ള ഒരു ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു ചിന്ത മനസ്സിൽ തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ സംസാരിക്കുന്ന രാഷ്ട്രീയവും ഞാൻ എടുക്കുന്ന നിലപാടുകളൊക്കെ തന്നെയാണ് ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളിലേക്ക് ഞാൻ പോകുന്നത്. പക്ഷെ ഞാൻ അത് ആസ്വദിക്കുന്നുണ്ട്. ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ജീവിച്ചിട്ടുള്ള ആളല്ല. അപ്പൊ എന്റെ ജീവിതം, എന്റെ എഴുത്തുകളിലും ഒരു കംഫർട്ടബിൾ ഇല്ലായ്മ എപ്പോഴും നിലനിൽക്കും. അത് പിന്നെ പുതിയ തലമുറയെ അത് ഏറ്റെടുക്കുന്നു എന്നുള്ളത് അതും ആൾക്കാരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കേരളത്തിലെ മുഖ്യധാരയിൽ വളരെ വ്യക്തമായിട്ടുള്ള മറുപടി. അതുതന്നെയാണ് വേടന്റെ എപ്പോഴുമുള്ളൊരു പ്രത്യേകത. മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളിലുള്ള ആളുകളിൽ നിന്നുമെല്ലാം അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ സൊസൈറ്റിയിലുള്ള പല ആളുകളിൽ നിന്നും വേടനെ വ്യത്യസ്തമാക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലപാടും വ്യക്തിത്വവുമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വേടൻ ഈ ഒരു കാര്യങ്ങളെപ്പറ്റി ഇങ്ങനെ വാർത്തകൾ വലിയ രീതിയിൽ സ്പ്രെഡായി പോയിക്കൊണ്ടിരിക്കെ, അതായത് മന്ത്രി സജി ചെറിയാനെതിരെ തന്നെ വേടൻ സംസാരിക്കുന്നു, വേടൻ അവാർഡ് കൊടുത്ത ആളിനെ നിന്ദിക്കുന്നു, വേടൻ സജി ചെറിയാനെതിരെയും സർക്കാരിനെതിരെയും പാട്ടുകൾ എഴുതുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സംഘിമിത്രങ്ങളുടെ ചാനലുകളൊക്കെ പല രീതിയിൽ വാർത്തകൾ വളച്ചൊടിച്ചതിന് പിന്നാലെ വേടൻ ലൈവ് വരികയുണ്ടായി. ആ ലൈവിൽ എന്താണ് വേടൻ പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം.
ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം ആദ്യമായിട്ടായിരിക്കും ഒരു സ്വതന്ത്ര കലാകാരന് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് കിട്ടുന്നത്. അതിനെന്നെ സഹായിക്കുകയും എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഈ സന്തോഷത്തിന്റെ ഇടയിലും ഒരു സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബഹുമാനപ്പെട്ട മന്ത്രി സജി ചെറിയാൻ സാറ് എന്നെ അപമാനിച്ചതായിട്ടും ഞാൻ അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞതായിട്ടും വരുന്ന വാർത്തകളാണ്. ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി. അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പിന്നെ ഈ പുരസ്കാരം എനിക്കും എന്നെ പോലെയുള്ള ഇൻഡിപെൻഡന്റ് കലാകാരന്മാരായിട്ടുള്ള ഒരുപാട് പേർക്കും പുതിയ സംഗീതമുണ്ടാക്കാനും നല്ല എഴുത്തുകൾ എഴുതാനും സഹായിക്കുന്ന ഒരു കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരുപാട് ആൾക്കാർക്ക് എന്റെ നന്ദിയുണ്ട്. കണ്ടില്ലേ, ഇതാണ് വേടൻ പറഞ്ഞിരിക്കുന്നത്. അതായത് വേടൻ പറഞ്ഞൊരു കാര്യത്തിനെ വളച്ചൊടിച്ചുകൊണ്ട് അത് വേറെ തലങ്ങളിലേക്കൊക്കെ കൊണ്ടുപോവുകയാണ് മാധ്യമങ്ങളൊക്കെ ചെയ്യുന്നത്. മാധ്യമങ്ങൾ മാത്രമല്ല, സോഷ്യൽ മീഡിയയിലുള്ള പല പേജുകളും ട്രോളുകളും എല്ലാം ആ രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്. എന്താണോ വേടൻ പറഞ്ഞത്, ആ പറഞ്ഞതിനെ അപ്പാടെ മാറ്റിക്കൊണ്ട് അവാർഡ് കൊടുത്ത ആളുകളെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റിനെ തന്നെ വേടൻ കുറ്റം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വേടൻ്റെ ആ ഒരു അവർ തമ്മിലുള്ളൊരു ചായവ് പോലും അല്ലെങ്കിൽ വേടനോട് അവർക്കുള്ളൊരു സ്നേഹം പോലും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു വൃത്തികെട്ട കളി. ഇങ്ങനെ കളിക്കുമ്പോൾ എന്താ ഉണ്ടാവുക? വേടനെ അംഗീകരിക്കുന്ന അല്ലെങ്കിൽ വേടനെ ചേർത്ത് പിടിക്കുന്ന വലതുപക്ഷവും ഇടതുപക്ഷവും എല്ലാം വേടനെ അങ്ങ് തള്ളിക്കളയും. അവസാനം എന്താണോ സംഘികൾ ആഗ്രഹിച്ചത് ആ രീതിയിലേക്ക് സംഘികൾക്ക് കാര്യങ്ങൾ മെഴുകാനായിട്ട് സാധിക്കും. അതാണ് ലക്ഷ്യം. പക്ഷേ അത് ഏറ്റില്ല. അത് ഏക്കേണ്ട സ്ഥലം അല്ലെങ്കിൽ അത് കൊടുത്ത സ്ഥലം മാറിപ്പോയി. നമുക്കറിയാം വേടൻ്റെ നിലപാടും വ്യക്തിത്വവും വേടൻ്റെ എല്ലാം അതെല്ലാത്തിനും ഒരു സ്ഥിരതയുള്ളൊരു കാര്യമാണ്. അതൊരിക്കലും രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകളെ പോലെ അപ്പപ്പോൾ കാണുന്നതിന് അപ്പാന്ന് വിളിക്കുന്ന സ്വഭാവമല്ല വേടനുള്ളതെന്ന് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ ആ വേടനെതിരെ ഈ രീതിയിലൊരു പരാമർശം അല്ലെങ്കിൽ വേടൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ ഇവരുടെ ഉള്ളിലുള്ള ചേതോവികാരം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. കഴിഞ്ഞ ദിവസം ഏതോ ഒരു സ്ത്രീ, ഷിനി മധുസൂദൻ എന്നൊക്കെ പറയുന്ന ഒരു തോൽവി, അവർ വന്നിട്ട് പറഞ്ഞത് ഏതോ ബാത്റൂമിൽ 2 തുള്ളി തെറിച്ചപ്പോൾ ഉണ്ടായതാണ് വേടനെ പോലൊരു വ്യക്തി, അവന് സംസ്ഥാന അവാർഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ വന്ന് മെഴുകിയത്. ആ സ്ത്രീ ഉണ്ടായ രീതി അതായിരിക്കും. ചിലപ്പോൾ ട്രെയിനിലായാലും കമ്പാർട്ട്മെൻറ്റിൽ വീണുണ്ടായതായിരിക്കാം എന്ന് പറയുന്നത് പോലെയുള്ള കുറേ വിഷജന്തുക്കൾ പുറത്തേക്ക് വരികയുണ്ടായി. ജൂറിയെ കുറ്റം പറയാനും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാനും. എന്താണ് ആ വേടൻ അവാർഡ് കിട്ടിയതിൽ ഇത്ര പ്രശ്നം എന്താണ്? ഒരു കറുത്ത നിറമുള്ളവനായതുകൊണ്ടല്ലേ നിങ്ങളുടെ പ്രശ്നം? ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനായതുകൊണ്ടല്ലേ നിങ്ങളുടെ പ്രശ്നം? അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ വിഭാഗത്തിൽ പെട്ടവനാണ് എന്നുള്ളൊരു ചിന്താഗതി നിങ്ങളുടെ മനസ്സിലുള്ളതല്ലേ ഏറ്റവും വലിയ പ്രശ്നം? അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. ആ വേടൻ വെളുത്ത് തുടുത്ത് ബ്രാഹ്മണ കുലത്തിൽ പെട്ടവനായിരുന്നെങ്കിൽ ആർക്കും ഒരു പ്രശ്നവുമില്ല. വേടനെ പോലെ ഒരാൾക്ക് അവാർഡൊക്കെ വേണം, അത് കിട്ടിയേ മതിയാകും നിങ്ങൾ പറഞ്ഞേനെ. ഉന്നത കുലജാതനായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. മലയാള സിനിമയിൽ തന്നെ വലിയ രീതിയിൽ പെണ്ണുപിടിച്ച് നടക്കുന്ന പല ആളുകൾക്കും സിനിമയിൽ അല്ലെങ്കിൽ പുറത്തൊക്കെ അവാർഡ് കിട്ടിയപ്പോൾ അതിനെപ്പറ്റി ഒന്നും ആർക്കൊന്നും മിണ്ടണ്ട. ഈ വേടന് കിട്ടിയപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വൃത്തികെട്ട ചിന്താഗതികൾക്കെതിരെ തന്നെയാണ് വേടൻ ശബ്ദം ഉയർത്തിയത്. ഈ ഒരു അവാർഡ് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വേടൻ്റെ കല വേടൻ തുടരും എന്ന് തന്നെ വേടൻ പറയുന്നുണ്ട്. ആ ഒരു അവാർഡ് കിട്ടിയത് അതൊരു ബൂസ്റ്റാണ്. അതായത് ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എഴുതുന്ന എല്ലാ കലാകാരന്മാർക്കും അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സംസാരിക്കുന്ന എല്ലാ ആളുകൾക്കും ഇതൊരു ബൂസ്റ്റിംഗ് ആണ്. ആ ഒരു ബൂസ്റ്റിംഗ് അല്ലെങ്കിൽ ആ ഒരു പരിഗണന കിട്ടിയത് കൊണ്ട് തന്നെയും അത് വെച്ചുകൊണ്ട് കൂടുതൽ ഞാൻ എൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുമെന്നാണ് വേടൻ പറയുന്നത്. ശരിക്കും വേടൻ ഒരു പ്രോത്സാഹന സമ്മാനമാണ് നൽകിയിരിക്കുന്നത് ഈ ഇൻഫ്ലുവൻസ് ചെയ്തതിന്. ആരെയാണ്? നമ്മുടെ സൊസൈറ്റിയിലുള്ള കൊള്ളരുതായ്മകൾ എല്ലാം വരച്ച് കാണിച്ചുകൊണ്ട് നിശബ്ദരാക്കപ്പെട്ടവർക്ക് ശബ്ദം കൊടുത്തതുകൊണ്ട് അങ്ങനെ ഒരു ഇൻഫ്ലുവൻസ് മറ്റുള്ള ജനങ്ങളുടെ ഇടയിലേക്ക് വേടൻ ഒരു ഇൻഫ്ലുവൻസറിനെ പോലെ വന്നതുകൊണ്ടാണ് ആ ഒരു അവാർഡ് വേടന് കിട്ടിയത്. അത് ഏറ്റവും കൂടുതൽ അർഹിക്കുന്ന ഒരു വ്യക്തിയും വേടൻ തന്നെയാണെന്നുള്ളൊരു കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു സംശയമില്ല. സംഘമിത്രങ്ങൾക്ക് സംശയമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ സംശയത്തിനെ സാധൂകരിക്കുന്ന നിങ്ങളുടെ വളച്ചൊടിക്കലുകളാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങളിൽ കണ്ടതെന്നും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.